ചെങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വാണിയംകുളത്തെ പോത്ത് ചന്തയിലേക്കാണ്. വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയാണ്. പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ കന്നുകാലികൾ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ആന്ധ്ര കുട്ടികൾ, മുറ, ക്രോസ് ബ്രീഡ്, തമിഴ്നാടൻ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പോത്തിൻ കുട്ടികളും വലിയ പോത്തുകളും എരുമകളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കന്നുകാലികൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിലെ പോത്തുകളെയും പോത്തിൻകുട്ടികളെയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 10 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം 38,000 രൂപ മുതൽ 45,000 രൂപ വരെയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന പോത്തുകളുണ്ട്, വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളുണ്ട്. ആ കണ്ട പോത്തുകൾക്കൊക്കെ ഏകദേശം 48,000 രൂപ മുതൽ 60-65 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്, കുറച്ച് എരുമകളുണ്ട്, ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകളും. ആ ചെറിയ പോത്തുകളൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളാണ്. ഒരാൾ കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ്. അപ്പോൾ ഒരു ലൈനിൽ ഒന്നിച്ച് കെട്ടി എന്നേ ഉള്ളൂ. ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ചെറുതൊക്കെ ഏകദേശം 40-45 രൂപ മുതൽ ആ വലുതിനൊക്കെ 75-80 രൂപ വരെയൊക്കെയാണ് വില ചോദിച്ചത്. ഇവിടെ ഈ ഭാഗത്ത് ഒരു വലിയൊരു പോത്തിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി പോത്താണ്. ഇറച്ചി ആവശ്യത്തിനാണെങ്കിൽ അതിനും പറ്റും. ഇനി ഒരുപാട് വളരാനുണ്ട്. അടുത്ത വർഷം വരെ അല്ലെങ്കിൽ 1 വർഷം വരെയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു അടിപൊളി പോത്താണ് ഇതായി കാണുന്നത്. ഇതിന് 72,000 രൂപയാണ് ചന്തയിൽ ചോദിച്ച വില. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വലുപ്പത്തിനുള്ള ഒരു അടിപൊളി പോത്താണ്. ഒരു വളർത്താനാണെങ്കിൽ ഒരു 50-55 രൂപ വരെയൊക്കെ കൊടുത്ത് എടുക്കാനുള്ള മുതലുണ്ട്. 72 രൂപയാണ് ഒരു ചന്തയിൽ ചോദിക്കുന്ന വില. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വലിയൊരു പോത്ത്. ശരിക്കും ഒരു 6 മാസം കൊണ്ട് ഒരു പോത്താകുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു കിടിലൻ പോത്താണ്. നല്ല രീതിയിൽ ഇറച്ചി കയറുന്ന, വളർത്താൻ പറ്റിയ രീതിയിലുള്ള വലിയൊരു പോത്ത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വളരുന്ന പോത്താണോ, എത്ര രൂപ വരെ കൊടുത്തെടുക്കാനുള്ള മുതലുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് 2 വലിയ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചെറുതിന് ഏകദേശം 48-50 ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്ന വില. തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതിന് 68-70 ആ റേഞ്ചും വില ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ 2 പോത്തുകളാണ്. ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള ബലികർമ്മങ്ങൾക്കോ അക്കീകത്ത് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള 2 വലിയ പോത്തുകൾ. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകൾ കെട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആ ചുരുണ്ട കൊമ്പുള്ള വളർത്താൻ പറ്റിയ പോത്തുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ആ ചെറിയ പോത്തിനൊക്കെ 62-65 ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. വലുതൊക്കെ 70-80 ആ റേഞ്ചും വില ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുള്ള മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകളാണ്. ചിലതൊക്കെ ഫ്രൈവ് പരുവത്തിലുള്ള വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളുണ്ട്. കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ഒന്നിച്ച് വേണ്ടവർക്ക് അങ്ങനെയും 1-2 വേണ്ടവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കും. 1-2 മേടിക്കുമ്പോൾ നമുക്ക് അവർ പറയുന്ന വിലകൾ സെപ്പറേറ്റ് ആണ് വില പറയുക. ഒന്നിച്ചിട്ടാകുമ്പോൾ ഒരേ മേനി വിലയ്ക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തിട്ട് മേടിക്കാൻ കഴിയും. ഇവിടെ ഈ ഭാഗത്തും ഏകദേശം 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പോത്തുകളാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ 2-3 അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ അടുപ്പിച്ച് നിൽക്കുന്ന 3-2 എന്ന് നമ്പർ ഇട്ടിട്ടുള്ള പോത്തുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോത്തുകളാണ്. ആ കാണിച്ച പോത്തുകൾ, ആ 3-2 എന്ന് എഴുതിയിട്ടുള്ള പോത്തുകളൊക്കെ അവർ പറഞ്ഞ വില ഏകദേശം 52 രൂപ 55 രൂപ റേഞ്ചൊക്കെയാണ്. ആ അറ്റത്ത് നിൽക്കുന്ന ചെറുതൊക്കെ 45-48 ആ റേഞ്ചും വില ചോദിക്കുന്നുണ്ട്. നമുക്ക് കൂട്ടത്തിൽ നിന്ന് ബാർഗൈൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അവർ ചന്തയിൽ പറയുന്ന വിലകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കൊടുക്കേണ്ട വിലകളല്ല, അവർ ചോദിക്കുന്ന വിലകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ഏകദേശം 7 മാസം മുതൽ 10 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ചെറിയ പോത്തിൻകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 22,000 രൂപ മുതൽ
മുതൽ 34,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. ഈ കൂട്ടത്തിലും ചെറുതും വലുതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ കാണാൻ വൃത്തിയുള്ളത്, കൊമ്പ് നിലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ഭംഗിക്കും അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയാറുള്ളത്. ചിലതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പോത്തിൻകുട്ടികളാണ്. ഇവിടെ ഈ ഭാഗത്തും കുറച്ച് വലിയ പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ 1 വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ളത് 1-1.5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തിൻകുട്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പോത്തിൻകുട്ടികളൊക്കെ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. പുറത്തുനിന്നുള്ള കന്നുകാലികൾ, അന്യ സംസ്ഥാനത്തു നിന്നുള്ള കന്നുകാലികളൊക്കെ ഇപ്പോൾ ചന്തയിൽ ധാരാളമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പോത്തിൻകുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മേടിക്കാനും വരുന്നുണ്ട്. പെരുന്നാളിനൊക്കെ കന്നുകാലികളൊക്കെ വിറ്റൊഴിവാക്കിയ ആളുകളൊക്കെ ചന്തയിലേക്ക് കന്നുകാലികളൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരുടെ ഒരു തിരക്ക് കാരണം കൊണ്ടാണ് ഇപ്പോൾ ചന്തയിൽ വില കുറയാത്തത്. അവരൊക്കെ വാങ്ങിയിട്ടൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ 1-2 മാസമൊക്കെ കഴിഞ്ഞാൽ ചന്തയിൽ നല്ല രീതിയിൽ വില കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വിൽക്കുന്നതിനേക്കാൾ ഒരു 4,000-5,000 രൂപയുടെ മാറ്റം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കന്നുകാലികൾക്കൊക്കെ ഒരു 40 രൂപ ഒക്കെ കൊടുത്ത് എടുക്കേണ്ട മുതലിനൊക്കെ 45-46 ഇപ്പോൾ ചന്തയിൽ കൊടുക്കേണ്ടി വരുന്നത്. അവർ പറയുന്ന വില 50, 52, 55 ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. 1 മാസമോ 2 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മേടിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർജിൻ കിട്ടും. ഇപ്പം നമ്മൾ കൊടുത്താൽ ഒരു 6 മാസമൊക്കെ നോക്കിയാലാണ് അവർ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന വിലയിലേക്ക് കന്നുകാലികളൊക്കെ എത്തുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ പ്രായം തോന്നിക്കുന്നതും അതിന് താഴെ 7 മാസത്തിനൊക്കെ താഴെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ പരുവത്തിലുള്ള കുട്ടികൾക്കും ചന്തയിൽ ഏകദേശം 18 രൂപ മുതൽ 22 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഒരു സമയത്ത് ഇതൊക്കെ 10-നും 12-നൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോഴൊന്നും കിട്ടില്ല. ഇപ്പം എന്തായാലും 15 രൂപ 15ന്റെ മുകളിലൊക്കെ കൊടുക്കേണ്ടി വരും. ചന്തയിൽ 18-ഉം 22-ഒക്കെയാണ് വില ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ഏകദേശം 45,000 രൂപ മുതൽ 50-55 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തിൻകുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. കൂടുതലും ആന്ധ്ര കുട്ടികളാണുള്ളത്. എങ്കിലും ഈ കൂട്ടത്തിൽ നല്ല ചുരുണ്ട കൊമ്പുള്ള, നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള, വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത അടിപൊളി കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോത്തിൻകുട്ടിയാണ്. നാട്ടിൽ വന്ന് സെറ്റായിട്ടുള്ള ഒരു പോത്തിൻകുട്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ കാണുന്ന കുട്ടിക്ക് അവർ ചോദിക്കുന്നില്ല 45-48 ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഒരു 30-32 ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള മുതലുണ്ട്. ഇപ്പോഴത്തെ ചന്തയുടെ ഒരു വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊടുത്താലും നഷ്ടമല്ല. ഇപ്പൊ ചന്തയിൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു സമയമാണ്. 45-48 ആ റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു പോത്താണ്. പെരുന്നാളിന് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് വില കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പെരുന്നാളിന് വിൽക്കാതെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പെരുന്നാളത്തെ ആ റേറ്റ് ഒന്നും എന്തായാലും ഇപ്പോഴും ചന്തയിൽ കിട്ടില്ല. പെരുന്നാളിനാണ് അത്യാവശ്യം നല്ല ടോപ്പ് റേറ്റിന് വില കിട്ടുന്ന ഒരു സമയം. ഈ ആഴ്ചയിൽ ചന്തയിൽ വന്നിട്ടുള്ള പോത്തുകളെയും പോത്തിൻകുട്ടികളെയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.